ദൈവം സ്വപ്നങ്ങളിൽ കൂടെയും നമ്മോട് സംസാരിക്കാറുണ്ട്. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ 2 സ്വപ്നങ്ങൾ ദൈവം എനിക്ക് നൽകി. ആ 2 സ്വപ്നങ്ങളും ഇത് പിന്മഴയുടെ കാലം എന്ന എൻ്റെ പ്രഥമ ഗ്രന്ഥത്തിൻ്റെ 9 എഡിഷനുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശബ്ദ സന്ദേശമായി കേൾക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒന്നാമത്തെ സ്വപ്നം ഉണ്ടായത് 2002 എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ ആദ്യമേ കണ്ടത് ഒരു വലിയ പ്രാർത്ഥനാലയമാണ്. അതിൽ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞിരുന്നു. ആ ആലയത്തിൻ്റെ ഇരുവശങ്ങളിലും ഭിത്തികളിലുമെല്ലാം ബൈബിൾ വാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പ്രാർത്ഥനയോ സ്തുതിഗീതങ്ങളോ പ്രസംഗമോ അവിടെ കേൾക്കാനില്ലായിരുന്നു. ആഡംബരമായ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഓരോ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്. കർത്താവ്, ഇതൊരു ആരാധനാലയമാണല്ലോ, എന്തുകൊണ്ട് ആരാധനയോ വചന ശുശ്രൂഷയോ ഇല്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ നടുവിൽ കൂടി നടക്കാൻ തുടങ്ങി. അവരുടെ ഇടയിൽ കൂടി ഞാൻ നടന്നെങ്കിലും അവരാരും എന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പദൂരം ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ഞാനിരുന്നു. ദൈവജനം ആലയത്തിൽ ഇപ്രകാരം അലക്ഷ്യമായിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു വലിയ മുഴക്കം ആലയത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ഞാൻ കേട്ടു. ആ മുഴക്കത്തിൻ്റെ കാരണമെന്നറിയാൻ നോക്കിയപ്പോൾ ആലയത്തിൻ്റെ മേൽക്കൂര ഇരുവശത്തേക്ക് തെന്നി മാറുന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്. മേൽക്കൂര തെന്നിമാറിയ സ്ഥലത്തും കൂടെ പുകച്ചുരുൾ പോലെ എന്തോ ഒന്ന് താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. ആ പുകച്ചുരുളിൻ്റെ നടുവിൽ ഒരു ചരടിൽ കെട്ടിയ നിലയിൽ ഒരു വലിയ പലകയും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അതെന്താണെന്നറിയുവാൻ ഞാൻ അടുത്ത് ചെന്നപ്പോൾ ആ പലകയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നുണ്ട്: ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനത് വായിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ആ പലക തിരികെ എടുക്കപ്പെട്ടു. പുകച്ചുരുളും മുകളിലേക്ക് പോയി. ഒരു വലിയ മുഴക്കത്തോടെ ആ മേൽക്കൂര വന്ന് തിരിച്ച് ചേരുന്നതും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. ദൈവജനത്തിൻ്റെ ആത്മീയ പിന്മാറ്റത്തെ ഈ സ്വപ്നത്തിൽ കൂടെ ദൈവം എനിക്ക് വെളിപ്പെടുത്തുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്രായേൽ ഗ്രഹം മിസ്രൈമിലേക്ക് തിരിഞ്ഞതുപോലെ ഇന്നുള്ള ദൈവജനവും ലോകസ്നേഹമാകുന്ന മിസ്രൈമിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇത് അന്ത്യകാലമാകിയാൽ ദൈവജനം ദൈവത്തെങ്കിലേക്ക് തന്നെ മടങ്ങി വരേണ്ടിയിരിക്കുന്നു. എനിക്കുണ്ടായ 2ാമത്തെ സ്വപ്നം കണ്ടത് 2006 6-ാം മാസമാണ്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ആദ്യമേ കണ്ടത് ആകാശവും ഭൂമിയും ഇരുൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രംഗമാണ് ആദ്യമേ കാണുന്നത്. പകൽ സമയമായിരുന്നു അത്. എങ്കിലും സൂര്യപ്രകാശം ഭൂമിയിൽ കാണാനില്ലായിരുന്നു. പകൽ സമയമായിരുന്നിട്ടും സൂര്യപ്രകാശം എന്താണ് ഇല്ലാതിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി ഞാൻ ആകാശത്തേക്ക് നോക്കി. ആകാശം മുഴുവൻ കറുത്തിണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്. പെട്ടെന്ന് ഒരു ദൂരദർശിനി എൻ്റെ കണ്ണിൻ്റെ അടുക്കിലേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നീട് എൻ്റെ നോട്ടം ആ ദൂരദർശിനിയിൽ കൂടെയായിരുന്നു. ഞാൻ അതിൽ കൂടി നോക്കിയപ്പോൾ ഏകദേശം വവ്വാലിൻ്റെ ശരീരാകൃതിയും തല ഭീകരവുമായ ഏതോ ജീവികൾ ആകാശത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അവ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുകയും ആകാശത്ത് നിറയെ പടരുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കാതിരുന്നത്. ഇപ്രകാരം സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നറിയുവാൻ കഴിയാതെ ഞാൻ ദുഃഖിച്ചും വിചാരപ്പെട്ടും ഇരിക്കുമ്പോൾ പെട്ടെന്ന് വടക്ക് നിന്നും ഒരു വലിയ മുഴക്കം ഉണ്ടാകുന്നതായിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. ആ മുഴക്കം എന്തെന്നറിയുവാൻ ഞാൻ ആ ദിശയിലേക്ക് നോക്കി. ഭൂമിയിൽ നിന്നും ഏകദേശം 15 മീറ്ററോളം ഉയർന്ന് എന്തോ ഒന്ന് അതിവേഗം വരുന്നതായിട്ട് ഞാൻ കണ്ടു. അതൊരു ജീവിയാണോ അതൊരു യന്ത്രമാണോ എന്ന് അതിൻ്റെ വേഗത നിമിത്തമായി എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ ദൃഷ്ടികൾ മുമ്പ് കണ്ട ജീവികളിലേക്ക് തിരിഞ്ഞു. ആകാശത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ജീവികളിൽ ചിലത് അവിടെ നിന്ന് ഇളകി മാറുന്നതും ആകാശത്തൊരു വിള്ളൽ രൂപപ്പെടുന്നതും അതിലൂടെ സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഇത്രയും കണ്ടതോടെ ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നെങ്കിലും ശരീരത്തുമേൽ എന്തോ ഭാരം വെച്ചിരിക്കുന്നത് പോലെ തോന്നിയതിനാൽ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ആ അനുഭവം ഏകദേശം 10 മിനിറ്റോളം തുടർന്നു. അങ്ങനെ കിടക്കവേ എൻ്റെ ചിന്തയിലേക്ക് ഞാൻ കണ്ട സ്വപ്നം വീണ്ടും തിരിഞ്ഞു വന്നു. സ്വപ്നത്തിൻ്റെ അർത്ഥമെന്തെന്നറിയാതെ വിചാരപ്പെട്ട് കിടക്കവേ പെട്ടെന്ന് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ചില വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അന്ന് പ്രഭാതത്തിങ്കൽ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തന്നെ അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുകയായിരുന്നു. BC 606 ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസർ ഇസ്രായേലിനെ കീഴടക്കുകയും ജനത്തെ അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അങ്ങനെ അടിമകളാക്കി കൊണ്ടുപോകപ്പെട്ടവരിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ദാനിയേൽ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വായിക്കുകയും തങ്ങളുടെ പ്രവാസം 70 സംവത്സരം കൊണ്ട് തീരുമെന്നും മനസ്സിലാക്കി. വചനവെളിപ്പാട് ലഭിച്ച ദാനിയേൽ തന്നെത്താൻ താഴ്ത്തുവാനും ഉപവസിപ്പാനും തീരുമാനിച്ചു. ദാനിയേൽ ഈ തീരുമാനമെടുത്തപ്പോൾ തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി യഹോവയെ ദൈവം
തൻ്റെ സന്ദേശവാഹകനായ ഗബ്രിയേൽ ദൂതനെ അയച്ചിരുന്നു. എന്നാൽ ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക സൈന്യം ഗബ്രിയേൽ ദൂതനെ 21 ദിവസത്തോളം തടഞ്ഞു വെച്ചു. ഇസ്രായേൽ ജനം ദൈവകൽപ്പനകളെ വിട്ട് നടന്നപ്പോഴാണ് ദൈവം അവർക്ക് വിരോധമായി ബാബേൽ രാജാവിനെ എഴുന്നേൽപ്പിച്ചത്. ബാബേൽ രാജാവിൽ കൂടെ ഇസ്രായേൽ ജനത്തെ അക്ഷരികമായി ഞെരുക്കുവാൻ ദൈവം സാത്താൻ അവസരം കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ ആത്മമണ്ഡലത്തിലും ആകാശമണ്ഡലത്തിലും സാത്താൻ ജയം പ്രാപിച്ചിരുന്നു. അക്ഷരികവും ആത്മീകമായ ഒരു ബലപ്രയോഗം ഇസ്രായേലിനെതിരെ ഉയർന്നിരുന്നു. ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഈ സാത്താന്യ വിഭാഗത്തെ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളെന്നും ആകാശത്തിലെ സൈന്യമെന്നും വിളിക്കപ്പെടുന്നുവല്ലോ. ദൈവിക സംരക്ഷണം ഇല്ലാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ സാത്താൻ അക്ഷരികമായും ആത്മീയമായും ആക്രമിച്ചതുപോലെ സഭായുഗത്തിലും സംഭവിക്കുന്നു എന്ന് എനിക്കുണ്ടായ സ്വപ്നത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കി. ദൈവസഭയെ പീഡനം കൊണ്ട് തകർക്കുവാൻ കഴിയില്ലെന്ന് കണ്ട സാത്താൻ ദൈവവചന വ്യവസ്ഥയിൽ നിന്നും വ്യതിചലിക്കുന്ന വ്യക്തികളിലും സഭകളിലും കയറിക്കൂടുകയും അപ്പോൾ തന്നെ ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾ ആത്മമണ്ഡലത്തിൽ ശക്തിയാർജിക്കുകയും മുന്നേറ്റത്തിനായുള്ള വെളിപ്പാടുകളെ തടയുകയും ചെയ്യുന്നു. ദൈവസഭകളിൽ കണ്ടുവരുന്ന ആത്മീയ ദാരിദ്ര്യം ഈ സാത്താന്യ കടന്നുകയറ്റത്തിൻ്റെ ഫലമാണ്. ലോകമനുഷ്യരിലും ഇതിൻ്റെ സ്വാധീനത വെളിപ്പെടുന്നുണ്ട്. ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന ഭീകരപ്രവർത്തനവും സന്മാർഗീയ അധപതനവും ആത്മഹത്യാ പ്രവണതയും കൊലപാതകവും എല്ലാം ഇതിൻ്റെ ഫലമാണ്. കടബാധ്യതകളിലും കുടുംബ പ്രശ്നങ്ങളിലും രോഗത്തിലും അടിമപ്പെടുത്തി നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും മനുഷ്യനെ നയിക്കുന്നത് സാത്താനാണ്. ആത്മഹത്യ ചെയ്യുന്നവരുടെ ആത്മാക്കൾ നരകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദേശത്തിൻ്റെ കാവൽക്കാരായ ദൈവജനം ഉറങ്ങുന്നതുകൊണ്ടാണ് സാത്താൻ ദേശത്തെ കൊള്ളയടിക്കുന്നത്. സാത്താന്യ കവർച്ചയെ തടയുവാൻ ദൈവജനത്തിനു മാത്രമേ കഴിയുകയുള്ളൂ. നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കും പാപത്തിൽ നിന്നും ജീവൻ്റെ സമൃദ്ധിയിലേക്കും രോഗത്തിൽ നിന്നും സൗഖ്യത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹം സകലരും തിരിച്ചറിയട്ടെ. സുവിശേഷത്തിന് മാത്രമേ ദേശത്ത് സമാധാനം നൽകുവാൻ കഴിയുകയുള്ളൂ. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്ന ദൈവദൂതനെ ആകാശത്തിലെ സൈന്യം തടഞ്ഞുവെങ്കിലും ദൈവം തൻ്റെ സൈന്യത്തിൻ്റെ അധിപതിയായിരിക്കുന്ന മിഖായേൽ ദൂതനെ അയച്ച് ആകാശത്തിലെ സൈന്യത്തെ എതിർത്തതുപോലെ ഒരു ദൈവിക വിടുതൽ ഈ തലമുറയിലും സംഭവിക്കാൻ പോവുകയാണ്. ശമരിയ പട്ടണത്തെ അരാമയം സൈന്യമെന്ന് വളഞ്ഞതുപോലെ സഭയുടെ ആത്മമണ്ഡലത്തിന്മേലും സാത്താൻ ഇപ്പോൾ ശക്തി ആർജിരിക്കുകയാണ്. ദൈവജനത്തിൻ്റെ അനുസരണക്കേട് നിമിത്തമാണിത് സംഭവിച്ചത്. എന്നാൽ നമ്മുടെ കർത്താവ് ഇതിനൊരു പരിഹാരം വരുത്തുവാൻ പോകുന്നു. ശമരിയ പട്ടണത്തിന് ചുറ്റും പാളയമിറങ്ങിയ അരാമ്യ പടയെ ദൈവം ചിതറിച്ച് പട്ടണത്തിന് സമൃദ്ധി ഒരുക്കിയതുപോലെ ദൈവസഭയുടെ ആത്മമണ്ഡലത്തെ അടച്ചു വച്ചിരിക്കുന്ന സാത്താന്യ ശക്തികളെയും കർത്താവ് ചിതറിക്കും. ദൈവസഭ അപ്പോൾ ആത്മിക സമൃദ്ധിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ആത്മാവിൽ ശക്തരാകുന്ന സഭ ശക്തമായൊരു മുന്നേറ്റം നടത്തും. അത് അന്ത്യകാല ആത്മപകർച്ച തന്നെയാണ്.